ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർ കാണിക്കുന്ന ഈ സോംബി ആണെങ്കിൽ എന്തൊക്കെയോ ആണ് ഈ പോലീസുകാരനെയൊക്കെ തകർത്തുകൊണ്ട് പോലീസുകാരൊക്കെ ഇയാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരാൾ വന്നിട്ട് ചോദിച്ചായിരുന്നു, എന്താണ് ഇവിടെയുള്ള പോലീസുകാരന്മാരെല്ലാം ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ അടിയിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ബാക്കിയൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് ആൾക്ക് വലുതായിട്ടൊന്നും വിശദീകരിക്കാൻ അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. അയാൾ ഒരുമാതിരിയൊക്കെയാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ആ സോംബി എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ആ സോംബിയാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇതിനെക്കുറിച്ച് ആ സോംബീനെ നമുക്ക് എങ്ങനെയായാലും ജയിലിലിടണം. അപ്പോൾ നമുക്കിവിടെ സൂപ്പർമാനൊക്കെ ഉണ്ട്. ആ സൂപ്പർമാൻ വേറെ ആരൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ സൂപ്പർമാൻ്റെ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ സൂപ്പർമാൻ ആവുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനാണെങ്കിൽ അവൻ എന്നോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ അവനൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവനാണെങ്കിൽ ബുൾക്കിൻ്റെ ശക്തിയൊക്കെ ഉണ്ട്. ബുൾക്കെന്ന് വെച്ചാൽ അവന് ബുൾക്കെന്നാണ് പറഞ്ഞത്. അവൻ ആ പടം കണ്ടിട്ടില്ല, അവഞ്ചേഴ്സ് കണ്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് അവൻ ബുൾക്കെന്നാണ് പറയുമ്പോൾ. അപ്പോൾ ആ ബുൾക്ക്, അതായത് ഹൾക്കിനെ നമുക്ക് എങ്ങനെയായാലും മേടിക്കണം. അവൻ്റെ വീട് ഇവിടെ ഒന്നും അല്ല, അവൻ്റെ വീട് കുറേ അങ്ങ് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് അവിടം വരെ പോകണമെങ്കിൽ ട്രെയിനിൻ്റെ ആ ഒരു സ്ഥലം തന്നെ പോകേണ്ടി വരും. ഇച്ചിരി റിസ്ക് പണിയാണ്. അപ്പോൾ നമ്മളെന്തായാലും അവിടം വരെ ഡ്രൈവ് ചെയ്യുന്ന കാണിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആയിരിക്കും, ലെങ്ത്ത് നന്നായിട്ട് കൂടി. അപ്പോൾ ലെങ്ത്ത് നല്ല കൂടുതലാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനി അങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ആ സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിരിക്കൂ, നമ്മളങ്ങോട്ട് പോവാം. കേസ് നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുവാന്ന് ഞാനും കൂടെ മറന്നുപോയില്ല ന്യൂസുകാരൻ കാരണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ സിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഓഫ് റോഡൊക്കെ കയറിയാണ് പോകുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ വണ്ടിയുടെ കളർ മാറിയത് എങ്ങനെയാണെന്ന് കണ്ടു കാണും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഞാനൊരു നമ്മുടെ നമുക്ക് താറയെ കിടന്ന് കിട്ടിയൊരു മാജിക് ഫോണാണ്. ആ ഫോൺ വെച്ചിട്ടാണ് മാറ്റിയത്. നമുക്കാണെങ്കിൽ ഇനിയും മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ അവൻ്റെ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ സിറ്റി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് കയറാൻ നോക്കാം. റോഡൊന്നും ഇല്ല ഇങ്ങോട്ട് കയറാൻ. ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കാം. അവനേതോ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവനെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ അവനെന്തോ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക എന്താണുകൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 4:59 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ എങ്ങനെയാലും അവനെ പോയി പിടിച്ചുകൊണ്ട് വരണം. അവൻ്റെ ഫ്ലാറ്റ് ഇവിടെ എങ്ങാണ്ടുമാണ്, ഇവിടെ അടുത്തെങ്ങാണ്ടുമാണ്. അവനെന്തോ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അവൻ ലാബിൽ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങാണ്ടല്ലേ അവൻ്റെ ഫ്ലാറ്റ്? ഏതാ? ഇതാ പൈസ. നമുക്ക് അവനെ ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ ഐസ്, അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ നമ്മളോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ നമ്മുടെ ലാബിലോട്ട് കയറി വരാനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, കാരണം നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ നമ്മുടെ ആളാണെങ്കിൽ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് അല്ലാണ്ടൊരു ശക്തി തരാനാണ് ഇവൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ലാബിൽ കയറിയിട്ട് കാണാം. എൻ്റെ അമ്മച്ചി പൈസ, അവനാണെങ്കിൽ ഇവിടെ തലയടിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എന്നെ സിലിണ്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനെന്തോ കിടക്കുന്നേ? അവനവിടെ ഉറങ്ങിപ്പോയി കാണും. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ സിലിണ്ടറൊക്കെ വെച്ച് എന്തൊക്കെയോ ഗ്യാസൊക്കെ കയറ്റിയിട്ടുണ്ട്. അവനെന്തോ പവറൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഓടുന്നതൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉയ്യോടാ, ഞാൻ ചാടിയപ്പോൾ വലിയ ഹൈറ്റ് ചാടിയിടാ. എൻ്റെ മോനെ സീന്. ഇനി അടുത്ത് ഓക്കെ ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പെട്ടു. കാരണം അവനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പവർ കിട്ടിയോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ വേറെ എന്താണ്ടോ പവറും കൂടെ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാന്ന് അറിയത്തില്ല. അവനെന്തോ ഇടിക്കാൻ എന്താണ്ടോ പറഞ്ഞായിരുന്നു. ആരെ ഇടിക്കണ്ടേന്നൊന്നും അറിയത്തില്ല. ഇവൻ്റെ ഈ ഒടുക്കത്തെ ചാട്ടം ഒന്ന് നിർത്തി വെക്കടാ. അപ്പോൾ ആരെങ്കിലും ഇടിക്കാനാണ് പറഞ്ഞത്. ഒന്നും ആവുന്നില്ലല്ലോ. ഒറ്റടി പിന്നെ ഒന്നും ആവുന്നില്ലല്ലോ. ഇതെന്താ? ഓക്കെ
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിനാ കാരണമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഇവൻ ആകാശത്ത് ഓടുന്ന പൂതോ? അതും ഉള്ളാലോ. കേസ് നമ്മളാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവൻ എവിടാന്നൊന്നും അറിയത്തില്ല നമുക്ക്. അയ്യോ സ്വന്തം എൻ്റെ മോനത് സീനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ സോംബീനെ പിടിച്ചിടാനാണ് പോണത്. അപ്പോൾ നമുക്കിനി നമ്മുടെ നാട്ടിലെത്തിയിട്ട് കാണാം. അമ്മച്ചി, എൻ്റെ അമ്മോ. പൈസ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ ഒന്ന് പമ്പടം കറങ്ങിയായിരുന്നു. എന്നെ വേറൊന്നുമല്ല, നമ്മളാണെങ്കിൽ ഇവിടെ പറന്നടിച്ച് വന്നപ്പോൾ എന്നെ മറ്റേ എന്താടെ കല്ലോ എലിയോ എന്താണ്ടോ കിടപ്പുണ്ടായിരുന്നു. നമ്മളതിൻ്റെ മണ്ടയിൽ കൂടെ ചാടി വന്നു. അപ്പോൾ നമ്മുടെ സിറ്റി എന്തായാലും എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിറ്റിയിൽ എത്തിയിട്ട് കാണാം. കേസ്